നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ ചെങ്ങാലൂർ സ്വദേശി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പനംകുളം പോളിന്റെ മകൻ 33 വയസ്സുള്ള ജിബിനാണ് മരിച്ചത്. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കല്ലൂർ നായരങ്ങാടി മന്നം സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടോർ ഗോൾഡൻ ഏജ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ ചെങ്ങാലൂർ സ്വദേശി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചെങ്ങാലൂർ പനംകുളം പോളിന്റെ മകൻ 33 വയസ്സുള്ള ജിബിനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. ചാലക്കുടി കൂടപ്പുഴ തടയണയ്ക്ക് താഴെ ആഴമുള്ള സ്ഥലത്ത് കുളിക്കാനിറങ്ങിയ ജിബിൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് യുവാവിന്റെ മൃതദേഹം പുറത്തെത്തിച്ചു. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ മേഖലയിൽ നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു ജിബിൻ. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 11:30 അപകടം. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റ് 3 പേർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഞായറാഴ്ച രാവിലെ 11:30 അപകടം. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപം തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ ഒരു കാർ ബ്രേക്കിട്ടതിന് പിന്നാലെ നിർത്തിയ KSRTC ബസ്സിന് പിന്നിൽ മറ്റൊരു KSRTC ബസ് ഇടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം അവസാനിപ്പിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വനനിയമം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ജോയ് ചെമ്പകശ്ശേരി, ജോസ് കാച്ചക്കാരൻ, വർഗീസ് കോമ്പാറക്കാരൻ, പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, ഡേവിസ് തെക്കീനിയത്ത് എന്നിവർ പ്രസംഗിച്ചു. ചില എല്ലാ രാജ്യങ്ങളിലും പരിഷ്കരിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളെല്ലാം ശല്യമായി മാറുന്ന സന്ദർഭത്തിലൊക്കെ വരാക്കര കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് വർഗീസ് ആന്റണി, വട്നാത്ര സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് CB സുരേഷ്, സ്വാഗത സംഘം ചെയർമാൻ CV ബാബു, സ്വാഗത സംഘം കൺവീനർ MC ഗോപി, ജനകീയ സമിതി അംഗം രാജു കിഴക്കൂടൻ, ഭരണസമിതി അംഗം KB മുരളി എന്നിവർ പ്രസംഗിച്ചു. പൊലിമ പുതുക്കാട് 6ാം ഘട്ടം വിളവെടുത്ത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. പൊലിമ പുതുക്കാട് 6ാം ഘട്ടം വിളവെടുത്ത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, കലാപ്രിയ സുരേഷ്, ജനപ്രതിനിധികളായ ഭാഗ്യവതി ചന്ദ്രൻ, ടെസ്സി വിൽസൺ, പ്രിൻസി ഡേവിസ്, ജിജോ ജോൺ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ CB സുരേഷ്, വർഗീസ് ആന്റണി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S സ്വപ്ന, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ,
അളകപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ പൊലിമ പദ്ധതിയുടെ ഭാഗമായ മികച്ച അയൽക്കൂട്ടത്തിനുള്ള പുരസ്കാരം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൈരളി അയൽക്കൂട്ടം കരസ്ഥമാക്കി. 2ാം സ്ഥാനം ജീവ അയൽക്കൂട്ടവും 3ാം സ്ഥാനം പ്രതിഭ അയൽക്കൂട്ടം എന്നിവരും കരസ്ഥമാക്കി. ഗ്രാമപഞ്ചായത്തുകളിലെയും 1, 2, 3 സ്ഥാനക്കാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. കല്ലൂർ നായരങ്ങാടി മന്നം സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വായനശാല പ്രസിഡന്റ് വർഗീസ് രായപ്പൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ജയപ്രകാശ് കടമ്പാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപിടിക, പഞ്ചായത്ത് അംഗങ്ങളായ അനു പനങ്കൂടൻ, അജീഷ് മുരിയാടൻ, സലീഷ് ചമ്പാറ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി, AK ശിവദാസൻ, ഫ്രാൻസിസ് പാലത്തിങ്കർ എന്നിവർ പ്രസംഗിച്ചു. അത് സ്വന്തമായി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുക ഒരു ആസ്ഥാനം കണക്കുന്ന വായനശാലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വായനശാലയുടെ ഒപ്പമുള്ള കൂടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ മെമ്പറായിട്ട് നിൽക്കുന്ന സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് മെമ്പർ പോൾസൺ തെക്കുംപിടിക, ആ കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ പത്മകുമാർ പ്രസിഡന്റും കല്ലൂർ ബാബു സെക്രട്ടറിയുമായി ആരംഭിച്ച ആദ്യ കമ്മിറ്റി മുതൽ ഇന്നോളം പ്രവർത്തിച്ച മറ്റെല്ലാ കമ്മിറ്റികളുടെയും ശ്രമഫലമായി നമുക്ക് 6500 പുസ്തകങ്ങളുള്ള ഒരു ഡിഗ്രേഡ് വായനശാലയായി മാറുവാനായിട്ട് സാധിക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടോർ ഗോൾഡൻ ഏജ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. ക്രിസ് ഗോൾഡ് ഡയറക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടനം നിർവഹിച്ചു. വെണ്ടോർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജെറി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. മിനി ആൻഡോ, ബിജു പുളിക്കൽ, നെപ്പോ ചിറമ്മൽ എന്നിവർ പ്രസംഗിച്ചു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത്. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ, ആരോഗ്യ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കാൻ സൗഹൃദ ക്ലാസുകൾ, യാത്രാ സേവനങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, കൌൺസിലിംഗ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് സൗജന്യമായി ഗോൾഡൻ ഏജിലൂടെ സാധ്യമാവുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെണ്ടോർ ജംഗ്ഷന് സമീപം പള്ളി റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8714050777 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അനുഭവിച്ചിട്ടുണ്ടാവുക. അതാണ് ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം സുവർണകാലം. സമാധാനവും സന്തോഷവും നിറവില് അനുഭവിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർമ്മിച്ചു നോക്കിയേ അങ്ങനെയുള്ള അത്തരം അനുഭവങ്ങൾ. അപ്പൊ അത്തരത്തിലേക്ക് ഒരു തവണ കൂടി നിങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു എളിയ ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. അതിന് പറ്റിയ നല്ല നേതൃത്വം ഇവിടെയുണ്ട്. അവർക്ക് ആശയങ്ങൾ ഏതൊക്കെ വേണമെന്നുള്ളത് നേരത്തെ കൂട്ടി അവർ തീരുമാനിച്ചിട്ടില്ല. അതിനുവേണ്ടി കൂടി ഗോൾഡൻ ഏജ് കെയറിൻ്റെ ഏകദേശ രൂപം ആമുഖത്തിൽ പറഞ്ഞുവല്ലോ. പൊതു ചർച്ചയിൽ ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ വേണമെന്ന് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും ഗോൾഡൻ ഏജ് കെയറിൻ്റെ ഉദ്ഘാടനത്തിന് സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞിരിക്കുന്ന വർഗീസ് കരിപ്പേരി അച്ഛൻ. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ഒഫീഷ്യൽ മീറ്റ് സംഘടിപ്പിച്ചു. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ഒഫീഷ്യൽ മീറ്റ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോയി നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, അംഗങ്ങളായ സജിനി സന്തോഷ്, ഷീബ, ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ്, TG അജോ,
കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റൈസൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, കൺവീനർ തോമസ് കുറ്റിക്കാടൻ, ഫോറസ്റ്റ്, പോലീസ്, KSCB, അഗ്നിരക്ഷാസേന, ആരോഗ്യം, റോഡ്, ട്രാൻസ്പോർട്ട്, പൊതുമരാമത്ത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വർഷമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കനകമല മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ ഒരു വലിയ സാന്നിധ്യമാണ് നമ്മുടെ ഈ തീർത്ഥാടന കാലത്ത് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് പള്ളി കമ്മിറ്റിയും നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും പഞ്ചായത്തും ഒക്കെ യോജിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തീർത്ഥാടനം സുഖമായി പോകുന്ന നടപടികളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഈ തീർത്ഥാടനം കാലഘട്ടം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത്. ഈ വർഷം നമുക്ക് കുറേ കൂടി സൗകര്യങ്ങൾ നമ്മുടെ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ 60 ദിവസത്തോളം വന്ന് ഇവിടെ തീർത്ഥാടനം നടത്തുകയും ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയൊരു കൂട്ടായ്മയോട് കൂടി ഒരു പരിപാടിയായിട്ടാണ് കുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ കാണുന്നത്. ഒരു വലിയ സാമൂഹിക കൂട്ടായ്മ. കനകമല കുരിശുമല നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2-ാം തീയതി മുതൽ ഏപ്രിൽ 27-ാം തീയതി വരെ നടക്കുന്ന തീർത്ഥാടനത്തിൻ്റെ വ്യക്തികളെ ഒരുപാട് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ നടത്തപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ 10-60 ദിവസത്തോളം വിശ്വാസ സമൂഹം ഇവിടുത്തെ ഓരോ ആഴ്ചകളിൽ എല്ലാ ദിവസവും അതുപോലെ തന്നെ മല കയറി ആയിരക്കണക്കിന് ആളുകളാണ്. നമ്മളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നിയമങ്ങളുണ്ട്, പക്ഷേ അത് ജനങ്ങൾക്കൊരു ഒത്തിരി ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. CPI വെള്ളിക്കുളങ്ങര സൗത്ത് ബ്രാഞ്ച് സമ്മേളനം നടത്തി. ബ്രാഞ്ച് അംഗം കരുണാകരൻ പതാക ഉയർത്തി. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. റഷീദ് ഏറത്ത് അധ്യക്ഷനായി. AM മനു, KA അഭിലാഷ്, KP അനിൽകുമാർ, KK തിലകൻ, മോഹനൻ ചള്ളിയിൽ എന്നിവർ പ്രസംഗിച്ചു. ആ പഞ്ചാബിലാണ് നമ്മുടെ ദേശീയ സമ്മേളനം നടക്കുന്നത്. പഞ്ചാബിൻ്റെ മണ്ണിൽ ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കൊടകര തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷാ പേടി എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷാ പേടി എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയേർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ TM ഹംസ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗം KV നന്ദകുമാർ, ഉണ്ണികൃഷ്ണൻ ഏടാട്ട്, നിഖിൽ തൊമ്മാത്ത്, ആശ രാംദാസ്, സന്ധ്യ അനൂപ് എന്നിവർ പ്രസംഗിച്ചു. ഈ തപസ്യ കലാകായിക സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുമായി തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വാർഡ് മെമ്പർ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട ജാഥ സമാപിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ക്യാപ്റ്റനായും KJ നിക്സൺ വൈസ് ക്യാപ്റ്റനായും MR രഞ്ജിത്ത് മാനേജരായി നടന്ന ജാഥ 3 ദിവസത്തെ പര്യടനം പൂർത്തീകരിച്ച് പുതുക്കാട് നിന്നും ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മറ്റത്തൂർ പഞ്ചായത്തിലെ നാടിപ്പാറയിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. PK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജാഥാ സ്വീകരണ കേന്ദ്രങ്ങളിൽ EK അനൂപ്, AG രാധാമണി, സരിത രാജേഷ്, MV സതീഷ് ബാബു, CM ബബീഷ്, PN വിഷ്ണു, PC ഉമേഷ്, സോജൻ ജോസഫ്, PD നെൽസൺ, അൽജോ, PC സുബ്രൻ, ബെന്നി ചാക്കപ്പൻ, CV രവി എന്നിവർ പ്രസംഗിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. തൃക്കൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ
കല്ലൂർ നായരങ്ങാടി സ്വദേശി 49 വയസ്സുള്ള മണക്കാട്ടുപടി ജയനാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സ്വർണ്ണപ്പണിക്കാരനായിരുന്ന ജയൻ 2 വർഷമായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സകൾ. പിന്നീട് അസുഖം ഭേദമാകാതായതോടെ അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. ഇടയ്ക്ക് നേരിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഇപ്പോൾ രോഗം കൂടുതൽ മൂർച്ഛിച്ചതോടെ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാര്യയും +2-ലും 9-ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായ ജയന്റെ ചികിത്സാ ചിലവുകൾ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. കുറേ നാൾ ജോലിയില്ലാണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായി. അതിൻ്റെ ഇടയിൽ സുഖമില്ലാതായിട്ട് ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അവർ 2-2.5 മാസത്തോളം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ആള് വളരെ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോണത്, രോഗം കുറയുകയല്ല കൂടുകയാണ്, അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ചികിത്സ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരിവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ല, അവർ പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നമ്മൾ മാറണമല്ലോ. അപ്പം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒപ്പിയിൽ വന്ന് കയറി. നമ്മൾ നോക്കുമ്പോൾ 5 മണിക്കൂറോളം ലൈനിൽ നിന്ന് ഡോക്ടറെ കണ്ടു നോക്കിയപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞത് 2 ആഴ്ചത്തേക്ക് മരുന്ന് എഴുതി തന്നു. പിന്നെ ഒരു എൻഡോസ്കോപ്പിക്ക് എഴുതി തന്നപ്പോൾ തന്നെ 3 മാസം 7 ദിവസത്തെ ഗ്യാപ്പിലാണ് എൻഡോസ്കോപ്പി. ഇത്രയും 99% ലിവർ പോയ ഒരവസ്ഥയുള്ള ഒരാൾക്ക് ഇത്രയും ടൈം കിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വല്ലാത്തൊരു അപകട നിലത്തിലേക്ക് പോകണം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും പേഷ്യൻ്റ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. അത് പിന്നെ അമൃതയിലേക്ക് കൊണ്ടുപോയത് പൈസ ഉണ്ടായിട്ട് പോയതല്ല. അമൃതയിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡോക്ടറെ കാണുന്നതിന് 600 രൂപയാണ് ഒരു ഫീസ് കൊടുക്കേണ്ടത്. അത് കൈ പിടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആളെ സർജറിയാണ് കണ്ടത്. അപ്പോൾ ആള് പറഞ്ഞു, ഈ നിലയിൽ നോക്കിയിട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ അവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരും SSLC ഗ്രൂപ്പിലെ ആളുകളും നമ്മുടെ ബന്ധുക്കൾ അവരൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ട് ആ ഒരു ദിവസം തന്നെ ഒരു 10,000 രൂപ അവർ അയച്ചു തന്നു. അവിടെ നിന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് 22 ലക്ഷം, അന്ന് 25 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് സർജറിക്ക്. ഒരു 15 ദിവസത്തെ അവിടത്തതിന് വേണ്ടി. പുറത്ത് കഴിയുന്ന വേറെ പൈസ വേണ്ടി വരും. അതിനുശേഷം ഈ ഡോക്ടർക്ക് എന്തോ തോന്നിയിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തെ ഒരു ഡോക്ടർ ഉണ്ട്, അയാൾ ചികിത്സിക്കുന്ന ആളാണ്, അയാളെന്ന് പോയി കണ്ടോളൂ, ഒരു പക്ഷേ സർജറി ഇല്ലാണ്ട് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മളോട്, ഞാൻ ശ്രമിക്കാം, സർജറി ഇല്ലാതെ പറ്റുമോ നോക്കാന്ന് പറഞ്ഞു. വീടുപണിക്കായി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പാ തുക കുടിശ്ശികയായതിനെ തുടർന്ന് പാതി പണി പൂർത്തിയായ വീട് ജപ്തി ഭീഷണിയിലാണ്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചവരുടെ കൂട്ടായ്മയുടെയും സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയാണ് ആവശ്യം. ജയന്റെ കുടുംബത്തെ സഹായിക്കാനായി തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, KK രാമചന്ദ്രൻ MLA എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ അനു പനങ്കൂടൻ ചെയർമാനായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16-ൽപ്പെട്ട കുടുംബമാണ് ജയൻ്റേത്. അദ്ദേഹത്തിന് ലിവർ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. 2 കുഞ്ഞു മക്കളാണ്. വീടാണെങ്കിൽ ജപ്തി ഭീഷണിയിലാണ്. എല്ലാ ഉദാരമതികളും അവർക്ക് ആവശ്യമായ ഫണ്ട് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂണിയൻ ബാങ്കിന്റെ കല്ലൂർ ശാഖയിൽ 0096 2101 000087 എന്ന അക്കൗണ്ട് നമ്പറിലോ 773607 എന്ന GPay നമ്പറിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കല്ലൂർ നായരങ്ങാടി സ്വദേശി മണക്കാട്ടുപടി ജയൻ എന്ന ഗൃഹനാഥൻ. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം പണി തീരാത്ത ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന വീട്ടിലാണ് ഇവരുടെ താമസം. ഈ കുടുംബത്തെ സഹായിക്കാൻ ഉദാരമതികൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കേടത്തുമന ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ആചാര്യവരണം, മുളയിടൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി.
ശിവരാത്രി മഹോത്സവ ദിനമായ ബുധനാഴ്ച രാവിലെ 9-ന് ശ്രീഭൂതബലി, കാഴ്ചശീവേലി, ഉച്ചതിരിഞ്ഞ് 3-ന് കാഴ്ചശീവേലി, മേളം, രാത്രി 8-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ 8-ന് ആറാട്ട് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ തിരുമുറ്റവും പ്രദക്ഷിണ വഴിയും കൃഷ്ണശില വിരിക്കുന്നതിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരൻ നിർവഹിച്ചു. യോഗത്തിൽ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ RS ഉദയകുമാർ, ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി MK ചന്ദ്രൻ, ട്രഷറർ ശിവശങ്കരൻ കടവിൽ, KN നാരായണൻ, KN ജയപ്രകാശ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശിവരാജൻ, ക്ഷേത്രം പുനരുദ്ധാരണ സമിതി ജനറൽ കൺവീനർ A ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചെട്ടിച്ചാൽ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മഹോത്സവം ആഘോഷിച്ചു. കരകാട്ടം, അഗ്നിവളയാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. നാടൻപാട്ടും അരങ്ങേറി. കേരള കാശി എന്നറിയപ്പെടുന്ന മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും ഫെബ്രുവരി 26-ന് ബുധനാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്തു വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്താവുന്നതാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സമൂഹാഭിഷേകം. രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവ നടക്കും. രാത്രി 12 മണി മുതൽ ക്ഷേത്ര നടപ്പന്തലിൽ ബലിതർപ്പണവും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വിശാലമായ ജലാശയത്തിൽ സ്നാനവും നിർവഹിക്കാം. ക്ഷേത്രം മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും. പാലപ്പള്ളി പുലിക്കണ്ണി ദാറു തഖ്വ ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനം തിങ്കൾ വൈകിട്ട് 7 മണിക്ക് ദാറു തഖ്വ കാമ്പസിൽ നടക്കും. ദാറു തഖ്വ വൈസ് പ്രസിഡന്റ് അരിപ്പുറം ഹുസൈൻ അധ്യക്ഷത വഹിക്കുന്ന പ്രഖ്യാപന സമ്മേളനം പാണക്കാട് സയ്യദ് മുന്നവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആസിഫ് ദാരിമി പുളിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തും. ജം ഇയത്തുൽ മുഅല്ലി മീൻ ജില്ലാ ജനറൽ സെക്രട്ടറി VM ഇല്യാസ് ഫൈസി, സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചങ്ങമനാട്, SKSSF ജില്ലാ പ്രസിഡന്റ് ഷരീഫ് ദാരിമി, SKS BV ജില്ലാ പ്രസിഡന്റ് ഷംഷൂൻ വെമ്മനാട്, പാലപ്പള്ളി മേഖലയിലെ സംയുക്തയുടെയും പോഷക സംഘടനകളുടെയും പ്രതിനിധികൾ, വിവിധ മഹല്ല് ഖത്തീബുമാർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ജ്ഞാന വൈവിധ്യങ്ങളുടെ 1/4 നൂറ്റാണ്ട് എന്ന പ്രമേയത്തിലാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. 6 മാസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ജൂബിലി ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇഫ്താർ സംഗമം, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, ടീനേജ് ഗൈഡൻസ്, യുവജന സംഗമം, വനിതാ സമ്മേളനം, പാരന്റ്സ് മീറ്റിംഗ്, ജില്ലാതല മഹൽ സംഗമം, കുഞ്ഞുമക്കൾ സ്നേഹ സംഗമം, മജ്ലിസ് സുന്നൂർ വാർഷികം, പ്രചാരണ സമ്മേളനങ്ങൾ, ഉദ്ഘാടന സമ്മേളനം, സൊവനീർ പ്രകാശനം, ഹെറിറ്റേജ് ഹബ്ബ് സമർപ്പണം, തസൂഫ് കോൺഫറൻസ്, തസ്കിയത്ത് ജൽസ, മതപ്രഭാഷണങ്ങൾ, ബിരുദദാനം, ഗൽമ മൗലീദ് ദുആ സദസ്, സമാപന സമ്മേളനം തുടങ്ങിയ പരിപാടികൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സമയങ്ങളിൽ നടക്കും. മർഹൂർ ഷൈഖൂന ചെറുവാള് ഉസ്താദിന്റെ 6ാമത് ആണ്ടു നേർച്ചയും മജ്ലിസ് സുന്നൂരിന്റെ 6ാം വാർഷികവും സമാപന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വിപുലമായി നടക്കും. പുതുക്കാട് ദേശീയപാതയിലെ ചാലക്കുടി ബസ് സ്റ്റോപ്പിൽ യാത്രക്കാർക്ക് തടസ്സമായിരുന്ന വാട്ടർ ടാങ്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നീക്കം ചെയ്തു. നിരവധി യാത്രക്കാരുടെ പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സെബി കൊടിയന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും വാട്ടർ ടാങ്ക് നീക്കം ചെയ്തത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് പ്രതിമാസം ഹോണറേറിയം വ്യവസ്ഥയിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വനിതാ വികസന പ്രവർത്തനങ്ങളും ജാഗ്രതാ സമൃദ്ധി, GRCകൾ തുടങ്ങിയ വിവിധ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ മാർച്ച് 10-നകം സമർപ്പിക്കണം. ഫോൺ 8075845372. സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 845 രൂപയും പവന് 64,360 രൂപയും രേഖപ്പെടുത്തി. മുപ്ലിയം പടൽക്കാടൻ വേണു അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സൗദാമിനിയാണ് ഭാര്യ. ശ്രീജിത്ത്, സോന എന്നിവർ മക്കളും സജിത്ത് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ ചെങ്ങാലൂർ സ്വദേശി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പനംകുളം പോളിന്റെ മകൻ 33 വയസ്സുള്ള ജിബിനാണ് മരിച്ചത്. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കല്ലൂർ നായരങ്ങാടി മന്നം സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടോർ ഗോൾഡൻ ഏജ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.